പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെ തോബിത്ത് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. തടവുകാരനായി നിനവയിൽ എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച അശുദ്ധ ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരു പ്രലോഭനം ഉണ്ടായപ്പോൾ ആ പാപ സാഹചര്യത്തെ തോബിത്ത് അതിജീവിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ഞാൻ മാത്രം അത് കഴിച്ചില്ല, കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്മുടെ മനസ്സിൽ നിറയപ്പെടേണ്ട ഓർമ്മയാണ് തോബിത്ത് നമ്മളോട് പറയുക. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് സഹായിക്കും. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഈ ഓർമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ദൈവത്തെ തേടി ദൂരങ്ങൾ താണ്ടി പലയിടത്തും സഞ്ചരിച്ചു. അവസാനം എൻ്റെ ഓർമ്മയിലല്ലാതെ മറ്റെങ്ങും ഞാൻ ദൈവത്തെ കണ്ടെത്തിയില്ല. ഈ ഓർമ്മയാണ് നമ്മളെയും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുന്നത്. നമുക്കും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിറയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ്. നമ്മുടെ പാപങ്ങളെ പ്രതിയാണ് ഈശോ പീഡകൾ സഹിച്ചത്, മരിച്ചത് എന്നുള്ള ഓർമ്മ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെയും ഹൃദയത്തെ മുന്നോട്ട് നയിക്കട്ടെ, നമ്മുടെ കുടുംബത്തെ നയിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.